അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ Qualcomm Snapdragon 8s Gen 3നെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 7+ Gen 3നെ പറ്റി ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ 7+ Gen 3നെ പറ്റി കാര്യമായിട്ട് റിസർച്ച് ഒക്കെ നടത്തി. സത്യം പറഞ്ഞാൽ വളരെ അതിശയിപ്പിക്കുന്ന റിസൾട്ട്സ് ആണ് എനിക്ക് കിട്ടിയത്. അതായത് 7+ Gen 3 ഈ 7 എന്ന് പറഞ്ഞ ആ ഒരു അക്കം കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 7 സീരീസ് അല്ല എന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇത് ചില്ലറ സാധനമല്ല. 7+ Gen 3 is something else. അതായത് Qualcomm എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ചിപ്സെറ്റ് ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിപ്സെറ്റ് അടിപൊളിയാണ്, പക്ഷേ ഇതെങ്ങനെ ഇവർ പ്ലേസ് ചെയ്യുന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. ഐ മീൻ ഇവർ ഫോൺ ബ്രാൻഡുകൾക്ക് എങ്ങനെ ഇത് വിൽക്കുന്നു, ഇതെങ്ങനെ ഇത് കറക്റ്റായിട്ടൊരു നല്ല പ്രൈസ് പോയിന്റിൽ വെക്കുന്നു. സാധനം ചുമ്മാ പൊളിയാണ്, അതായത് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. ഇനി നമ്മൾ ആ ഒരു കമ്പാരിസണിലേക്കാണ് വരുന്നത്. അതായത് Qualcomm Snapdragon 7+ Gen 3 എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി ഇതിന് നമുക്ക് കോമ്പറ്റീഷനായിട്ടൊന്നും പറയാനില്ല. മീഡിയാടെക്കോ സ്നാപ്ഡ്രാഗണിൻ്റെ നിലവിലുള്ളതോ ഒന്നും കോമ്പറ്റീഷൻ ഇല്ല. ആകെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഇവിടെ വെക്കാൻ പറ്റുന്നത്, ഒരു ചെക്ക്മേറ്റ് ആയിട്ട്. 8 Gen 3യുടെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൂടെ തന്നെ ലോഞ്ച് ചെയ്ത ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ 8s Gen 3 വെക്കാം. സോ ബേസിക്കലി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് Qualcomm Snapdragon 7+ Gen 3 വേഴ്സസ് 8s Gen 3 വേഴ്സസ് 8 Gen 3. അപ്പം നിങ്ങൾ ചോദിക്കും ബ്രോയ്ക്ക് എന്തെങ്കിലും തലയ്ക്ക് കുഴപ്പമുണ്ടോ, കാരണം ഇങ്ങനെയാണോ കമ്പയർ ചെയ്യുന്നത്, അത് 8 സീരീസ് അല്ല ഇത് 7 സീരീസ് അല്ല ഇതന്നെ ബ്രോ വട്ടാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ കോർ സ്പെക്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാര്യം. കാരണം ഞാൻ നോക്കിയിട്ട് തന്നെ ഇത് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. വേറെ ചിപ്സെറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കോർ സ്പെസിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ വേണം. പക്ഷെ ഇത് കമ്പാരിസൺ ചെയ്യാൻ പറ്റിയ ഒരു സാധനവും ഇല്ല. പിന്നെ ക്ലോസ് പറഞ്ഞ കമ്പാരിസൺ ചെയ്യാൻ പറ്റിയത് ഈ 8 Gen 3 8s Gen 3 ആണ്. അതായത് ഞാൻ ഉദ്ദേശിച്ച മനസ്സിലാന്ന് വെച്ചാൽ കാരണം 7+ Gen 3നെ ചുറ്റിപ്പറ്റിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു 30-35,000 റേഞ്ചിലുള്ള ചിപ്സെറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ അല്ല. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 8s Gen 3 8 Gen 3 മാത്രമേ ഉള്ളൂ പറയാൻ. എന്തായാലും ഞാൻ കൂടുതൽ തള്ളുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കേട്ടോ ഇനി ഇങ്ങനത്തെ വീഡിയോസിനായി. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിനെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലേക്ക് നോക്കാം. 4 നാനോമീറ്റർ TSMCയുടെ ഫാബ്രിക്കേഷൻ ആണ്, കൂടുതലൊന്നും പറയാനില്ല. ക്ലസ്റ്റർ അറേഞ്ച്മെന്റ് നോക്കി കഴിഞ്ഞാൽ ട്രൈ ക്ലസ്റ്റർ ആണ്. ഓഫ് കോഴ്സ് 3 ചിപ്സെറ്റും ട്രൈ ക്ലസ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതല്ല. ഇനി കോർ സ്പെസിഫിക്കേഷൻ, അതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം. ഇത്രേ ഉള്ളൂ. വേറെ ബെഞ്ച് മാർക്ക് സ്കോർ ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ആയിരുന്നു. അതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കൂടുതൽ വേറെ ചിപ്സെറ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബെഞ്ച് മാർക്ക് ഇല്ലാതെ നമുക്ക് ഇപ്പം ഇതിന്റെ റോ അല്ലെങ്കിൽ കോർ സ്പെക്ക് എടുത്ത് നോക്കി കമ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റത്തില്ല. എനിവേ കോർ സ്പെക്ക് ചുമ്മാ തീയാണ്. അതായത് Qualcomm Snapdragon 7+ Gen 3യുടെ കോർ സ്പെസിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 1x2.8 GHz Cortex X4 ഉണ്ട്. 4x2.61 GHz Cortex A720 ഉണ്ട്. അത് 4 എണ്ണം ഉണ്ട് പെർഫോമൻസ് സ്കോർ. 3x1.90 GHz Cortex A520 എഫിഷ്യൻസി കോഴ്സ് ഉണ്ട്. ഇനി 8s Gen 3യുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വീഡിയോയ്ക്കകത്തെ പോലെ തന്നെ 1x3.0 GHz Cortex X4 ഉണ്ട്. 4x അതായത് 4 2.8 GHz A720 ഉണ്ട്. ഇനി 3 2.0 GHz Cortex A520 ഉണ്ട്. ഇനി 8 Gen 3 അതായത് ഏറ്റവും വലിയ തലവൻ 1x3.3 GHz Cortex X4 ആയിട്ടുള്ള പ്രൈം കോറും 3 3.2 GHz Cortex A720യും 2 3.0 GHz Cortex A720 കൂടാതെ 2x2.3 GHz Cortex A520. അപ്പൊ ഇത് ഇത്ര ഞാൻ അടുപ്പിച്ച് പറയാൻ കാര്യം, ഞാൻ ഒരേ സാധനം തന്നെയാണ് 3നും പറഞ്ഞത്. ശ്രദ്ധിച്ചു നോക്കുക, ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ക്ലോക്ക് സ്പീഡാണ്. 8 Gen 3ക്ക് മാത്രം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറയാം. അതായത് A720 എന്ന് പറയുന്ന ആ ഒരു സാധനം, ആ ഒരു കോർ, അത് 3.3 എന്ന് പറഞ്ഞ് 2 എണ്ണവും 3.0 എന്ന് പറഞ്ഞ് 2 എണ്ണം, അതായത് 4 എണ്ണത്തിന് രണ്ടായിട്ട് വേർതിരിച്ച് ക്ലോക്ക് സ്പീഡ് കയറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ നോക്കുക, കോർ പേര് നോക്കുക, കോർടെക്സ് A720 A520 കോർടെക്സ് X4, ഈ 3 വാക്കുകൾ നിങ്ങൾ നോക്കുക, വേറൊന്നും നിങ്ങൾ നോക്കണ്ട. എന്ത് മനസ്സിലായി? സെയിം സാധനം. അതായത് ഈ പറഞ്ഞ 3-നകത്തും സെയിം CPU ആർക്കിടെക്ചർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ എന്തിലാണ് വ്യത്യാസമുള്ളത്? കോർ സ്പെസിഫിക്കേഷനിലെ ഗിഗാഹെർട്സ് അല്ലെങ്കിൽ ക്ലോക്ക് സ്പീഡിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ 3 ചിപ്പ് തന്നെ കമ്പയർ ചെയ്യുന്നത്. കാരണം ഇത് 3മാണ് കമ്പയറബിൾ എന്ന് പറയാൻ പറ്റുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഏറ്റവും കുറവ് ക്ലോക്ക് സ്പീഡ് ഉള്ളത് Qualcomm Snapdragon 7+ Gen 3 ആണ്. അതിനുശേഷം വരുന്നത് 8s Gen 3 ആണ്. അതിനുശേഷം വരുന്നത് 8 Gen 3 ആണ്. ഇവിടെ നമുക്ക് 8 Gen 2, 8+ Gen 1 അല്ലെങ്കിൽ 7+ Gen 1, 7 Gen 3, മീഡിയാടെക്കിന് Dimensity 8300 Ultra, പിന്നെ
ഈ മീഡിയാടെക്കിന് തന്നെ 9300 ഓക്കെ ഫൈൻ, അതും ഒരു പരിധി വരെ കൊണ്ടുവരാം. ബാക്കി ഒരു ചിപ്സെറ്റും ഇതുമായിട്ട് കമ്പയറബിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു 7+ Gen 3 ഇവർ ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഫോൺ ഒരു 30,000 രൂപയ്ക്ക് വെക്കുകയാണെങ്കിൽ പണ്ടത്തെ ആ ഒരു പോക്കോ F1 വൈബ് ആയിരിക്കും. കാരണം അത്രയ്ക്ക് മുടിഞ്ഞ പവറാണ് ഇതിനകത്തുള്ള പവർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചെറിയ വാക്കിൽ പറയുവാണെങ്കിൽ 8 Gen 3യുടെ ഒരു ലൈറ്റ് വെർഷനാണ് 7+ Gen 3 എന്ന് പറയുന്നത്. 8 Gen 3യുടെ ലൈറ്റ് വെർഷൻ. ഒരു ലൈറ്റ് വെർഷൻ എന്ന് പറയുന്നത് 8s Gen 3, ആ 8s Gen 3യുടെ ഒരു ലൈറ്റ് എന്ന് പറയുന്നതാണ് 7+ Gen 3. അതായത് ഇവന്മാർ ഒരേ സാധനം തന്നെ 3 പ്രൈസ് പോയിന്റിലേക്ക് അത്രയും പവറോട് കൂടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിങ്ങനെ വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു 4-5 ഫോണൊക്കെ വരുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രാൻഡുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ചിപ്പ് സെറ്റ് ചുമ്മാ പൊളിയാണ്. ഇനിയിപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് 7+ സീരീസ് വെറും അല്ലെങ്കിൽ അത് അത്ര പോരാ, അതിന് പെർഫോമൻസ് ഇല്ല എന്നൊന്നും ചിന്തിക്കരുത്. ഈ ഒരു സാധനത്തിന്റെ പ്രൈസ് പോയിന്റ് എങ്ങനെ പോയാലും ഒരു 35-30 അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. കാരണം 8 Gen 3 തന്നെ 50,000 കൊണ്ട് നമ്മുടെ iQ12 വെച്ചിട്ടുണ്ട്, 50-55. അപ്പം 8s Gen 3 നമുക്കൊരു 40 കൊണ്ട് വെക്കാന്ന് വെക്കാം, ഒരു 40 to 45 ആ ഒരു റേഞ്ച്. അതിൻ്റെ താഴെയാണ് 7+ Gen 3. പോക്കോ കഴിഞ്ഞ തവണ 7+ Gen 2 30,000 ഇറക്കിയത്. ഇപ്പോൾ 7+ Gen 3 35 ഇറക്കിയാലും ഇറ്റ്സ് വർത്ത്. അതായത് 30 to 35 ഇറക്കിയാൽ അത് ആ ഒരു സെഗ്മെന്റിനെ തന്നെ ബീറ്റ് ചെയ്യുന്ന പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് അൺബീറ്റബിൾ ആയിരിക്കും. പിന്നെ ബെഞ്ച് മാർക്ക് വന്നാലേ പറയാൻ പറ്റുള്ളൂ 8 Gen 2 ആയിട്ടൊക്കെ എങ്ങനെയാണ് ഈ 7+ Gen 3. കണ്ടിട്ട് ഇതിപ്പം 8 Gen 2 ഒക്കെ ആയിട്ട് വളരെ സിമിലർ പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. അതായത് 8 Gen 2ഉം 7+ Gen 3യും ഏറെക്കുറെ സിമിലർ പെർഫോമൻസിലേക്കായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പം 8 Gen 2 ചെറുതായിട്ട് ഡോമിനേറ്റ് നിന്നാലും 7+ Gen 3 തൊട്ട് താഴെയുണ്ട്. അതായത് ഇവന്മാർ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇറക്കുന്നതെന്ന് മനസ്സിലായി. ഇവന്മാർ എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ വല്ലാത്ത പേരും 7 സീരീസിൽ കൊണ്ട് ഇത്രയും പവറും വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ഇനി GPU നോക്കിക്കഴിഞ്ഞാൽ അഡ്രിനോ 732 ആണ് 7+ Gen 3യിൽ, ഇവിടെ 735 ആണ് 8s Gen 3യിൽ, ഓഫ് കോഴ്സ് 750 ആണ് നമ്മുടെ 8 Gen 3യിൽ. GPU മാത്രം കുറച്ച് താഴെ എന്ന് പറയാം. അതായത് ഗെയിമിംഗ് പെർഫോമൻസ് കുറച്ച് താന്നാലേ ഉള്ളൂ, ബാക്കി CPU ചുമ്മാ പൊളി സാധനം. ഇത്രയും വ്യക്തമാക്കി പറഞ്ഞാൽ മതി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഏറെക്കുറെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ നമ്പർ മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറേ പേര് ബ്രോ ഒന്നും മനസ്സിലായില്ല ബ്രോ, ജസ്റ്റ് നിങ്ങൾ ആ നമ്പർ നോക്കിയാൽ മതി. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് A720, A520, Cortex X4 ഈ പറഞ്ഞ 3 വാക്കുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3നും ഉണ്ട്. ഇനി ആകെ വ്യത്യാസം എന്താണുള്ളത്? ഈ പറഞ്ഞ വാക്കുകളുടെ കൂടെയുള്ള നമ്പറുകളിലാണ് വ്യത്യാസമുള്ളത്. ഈ പറഞ്ഞ നമ്പറുകളിൽ ഏറ്റവും കുറവ് 7+ Gen 3, അത് കഴിഞ്ഞ് 8s Gen 3, അത് കഴിഞ്ഞ് 8 Gen 3. അതായത് കുറവുള്ളവന് പെർഫോമൻസ് കുറവും, കൂടുതൽ നമ്പർ ഉള്ളവന് ഗിഗാർട്സ് ഉള്ളവന് പെർഫോമൻസ് കൂടുതലും. അപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും ഏതാണ് സംഭവം എന്ന്. ഇനി 8 Gen 2 ഒക്കെ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോറും ഇതിൻ്റെ കോറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ബേസ് ആർക്കിടെക്ചർ തന്നെ സ്ലൈറ്റ്ലി താന്നതാണ്. A715 ആണ് അവിടെ, ഇവിടെ നമുക്ക് A720 ആണ്. കോർടെക്സ് X3 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ജനറേഷൻ കോറാണ് അവിടെ, ഇവിടെ നമുക്ക് X4. ഓഫ് കോഴ്സ് ഒരു നമ്പർ കൂടുമ്പോൾ പുതിയ ജനറേഷൻ. അപ്പോൾ അവിടെ ഒരു ബെഞ്ച് മാർക്ക് വന്നാലേ നമുക്ക് പിന്നെ അത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അത് പറയാനും പറ്റത്തില്ല. സോ ഇതാണ് അവസ്ഥ. ഇനി LPDDR5X, UFS 4.0, ക്യാമറ 200 മെഗാപിക്സൽ, അത് ബാക്കി എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്, വേറൊരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ 7+ Gen 3 അതൊരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയാം. അതായത് വല്ലാത്തൊരു കില്ലർ ആയിരിക്കും. ഈ ഒരു പ്രൊസസ്സർ കൊണ്ട് ജസ്റ്റ് നമ്മൾ നിയോ 9 Proന്റെ 35,000 കൊണ്ട് വെച്ചാൽ തന്നെ കട്ടയ്ക്ക് നിൽക്കും. അതായത് നിയോ 9 Proയ്ക്ക് തന്നെ നല്ല ഭീഷണിയായിരിക്കും ഈ 7+ Gen 3. കാരണം സിമിലർ പവർ ഔട്ട്പുട്ട് ആയിരിക്കും, മേ ബി ബെറ്ററും ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് ബെഞ്ച് മാർക്ക് വന്നാലേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ഞാൻ വീഡിയോ അറിയിക്കാം. വേറെ കൂളായിട്ടൊന്നും പറയാനില്ല, അതാണ് സംഭവം. ഈ നമ്പറുകൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള വിശ്വാസത്തോടെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും